ആദർശനെ കണ്ടോ അഭിചേച്ചി? കണ്ടു. നിങ്ങൾ എന്തു പണിയാ കാണിച്ചത്? നിങ്ങൾക്കൊപ്പം വരാൻ മീര എപ്പം മുതൽ റെഡിയായിരിക്കുക? അതമ്മേ, ഞങ്ങൾ പോയ സ്ഥലത്ത് നിന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങാൻ വൈകി. പിന്നെ ഇവിടെ വന്ന് മീരയും കൂട്ടിക്കൊണ്ട് പോവാൻ നിന്നാ ഇന്ന് ആദർശനെ കാണാൻ സാധിക്കില്ല. അപ്പൊ വിഘ്നേഷ് ഏട്ടനെ പറഞ്ഞത് നമുക്ക് പോവാം, മീരെ വേറൊരു ദിവസം കൊണ്ടുപോവാന്ന്. അല്ലേ വിഘ്നേഷ് ഏട്ടാ? അതെ അതെ. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ വിവരം ഒന്ന് വിളിച്ചറിയിക്കായിരുന്നില്ലേ? മീര ഇവിടെ റെഡിയായി നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ. അപ്പോഴത്തെ ധൃതിയിൽ അത് മറന്നുപോയമ്മേ. പിന്നെ നമ്മുടെ അത്യാവശ്യം ആദർശിനെ കണ്ട ഓഫീസിലെ കാര്യങ്ങൾ സംസാരിക്കായിരുന്നില്ലേ എന്ന് കരുതി ഈ കുട്ടിയുടെ സങ്കടത്തിന് ഒരു വിലയില്ലേ? സാരമില്ലമ്മേ, എനിക്കിനിയും പോയി ആദർശനെ കാണാലോ. അതെ, അതിന് അമ്മ ഈ വെറുതെ. അമ്മ കണ്ടോ, ആ മീരയ്ക്ക് കാര്യം മനസ്സിലായി. അതെ, എനിക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് നീ അങ്ങ് കൂട്ടിക്കോ. ആദർശൻ എന്താ പറഞ്ഞേ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആദർശന് കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ടാ ആദർശന് വിഷമം. അതെ, അമ്മയെ നന്നായി നോക്കണം, വിഷമിപ്പിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു. എന്നെ തിരക്കിയോ ചേച്ചി ആദർശേട്ടൻ? ഇല്ല, അതിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ സംസാരിക്കാൻ. അതുകൊണ്ടാവും നിന്റെ ഒരു കാര്യവും ചോദിച്ചില്ല. അത് തന്നെയാ വിഘ്നേഷേട്ട ഞാൻ പറയുന്നത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. മീരയുടെ കാര്യങ്ങൾ ഞാൻ അവനോട് പറഞ്ഞപ്പോ അത് കേൾക്കാൻ അവന് ഒരു താല്പര്യവും കാണിച്ചില്ല. അതെന്താണെന്തോ. മോള് വിഷമിക്കാതെ, അവൻ ടെൻഷൻ കാരണം മറന്നതാവും. എനിക്ക് വിഷമമൊന്നുമില്ലമ്മേ, ആദർശനെ എനിക്കറിയാം. അല്ലെങ്കിൽ അവൾക്ക് ഈ കാര്യത്തിലൊന്നും വിഷമം തോന്നില്ല. ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലല്ലേ ഇവൾക്ക് സങ്കടമുള്ളൂ, അല്ലേ മീരേ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? പോയ കാര്യം പറ. പവർ ഓഫ് അറ്റോർണിയുടെ കാര്യത്തിൽ ആദർശ് എന്താ തീരുമാനം പറഞ്ഞത്? അതേക്കുറിച്ച് ആലോചിച്ചിട്ടൊരു തീരുമാനം പറയുന്നതാണ് ആദർശ് പറഞ്ഞത്. പിന്നെ അമ്മ ഇങ്ങനെ വീട്ടിൽ വിഷമിച്ച് ചടഞ്ഞുകൂടിയിരിക്കാതെ ഓഫീസിൽ പോണെന്ന് പ്രത്യേകം പറയാനും അവൻ പറഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി ആരും ഒന്നും പറയണ്ട. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞതല്ലേ. എന്റെ മോൻ എത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ചു വരണം, അത് മാത്രം മതി എനിക്ക്. ആലോചിച്ച് ആദർശ് നല്ലൊരു തീരുമാനം ഉടനെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അമ്മേ, അവനെ ആ അവസ്ഥയിൽ അവിടെ കണ്ടപ്പോ എന്റെ നെഞ്ചു തകർന്നു പോയി. ഇങ്ങനൊരവസ്ഥ അവന് വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. എല്ലാം സമയദോഷം തന്നെയാ. അതുകൊണ്ടാ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. സമയദോഷമാണോ ഇനി മറ്റെന്തെങ്കിലും ദോഷമാണോ എന്ന് ആർക്കറിയാം. എന്ത് ദോഷമാണെങ്കിലും അനുഭവിക്കുന്നത് ആ പാവം ആദർശ. ഒരുപാട് നാളൊന്നും ഭഗവാൻ ആദർശനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ല, എനിക്ക് ഉറപ്പാ. അതെ, ആ വിശ്വാസത്തിലാ ഓരോ ദിവസവും ഞാനും മുന്നോട്ട് പോകുന്നത്. ഇതിന്റെയൊക്കെ പിന്നില് ആരൊക്കെയുണ്ട്? അവരുടെ ലക്ഷ്യം ആദർശനെ ജയിലിലാക്കുക മാത്രമല്ല, നമ്മളെ എല്ലാവരെയും തകർക്കുക എന്നുള്ളത് കൂടിയായിരിക്കും. അതുകൊണ്ടാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് ശരിയാ. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത് ആദർശിന്റെ വിവാഹശേഷം ആണെന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഒരു ശത്രു ഉണ്ടാകണമെങ്കിൽ അത് ആദർശിന്റെ മാത്രം ശത്രു ആകണമെന്നില്ല. മീരയോട് ദേഷ്യമുള്ള ആരെങ്കിലും ആകാനും സാധ്യതയുണ്ട്. എന്നോട് ദേഷ്യമുള്ളവരോ? അതെ, മീരയ്ക്ക് അങ്ങനെ ശത്രുക്കൾ വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലേ? നിനക്കെന്താ പുതിയ കഥ മനയാതെ കേറിപ്പോയെ? ഓ, അമ്മയ്ക്ക് മരുമകളെ പറ്റി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊന്നും പറയുന്നില്ല. വാ മനുഷ്യ ഇങ്ങോട്ട്. മോളെ, അവള് പറയുന്നൊന്നും മോള് കാര്യാക്കണ്ട. ചെറുപ്പം മുതലേ അബിയുടെ സ്വഭാവം ഇങ്ങനെയാ. വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടും. അത് മനസ്സിൽ വെക്കാതെ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും. ഞാൻ കാരണം ആദർശന് ഒരു ദോഷം വന്നു എന്ന് പറയുന്നത്
കേൾക്കുന്നതിലാ എനിക്ക് സങ്കടം. അവള് പറയുന്നതിൽ കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോള് വിഷമിക്കാതെ.